എനിക്കിന്ന് സംസാരിക്കാനുള്ളത് നമ്മുടെ മാതാപിതാക്കളോടും പിന്നെ പെൺമക്കളോടും. കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം ആ വീട്ടില് എന്തൊക്കെ സംഭവിച്ചാലും സഹിച്ചും ക്ഷമിച്ചും ജീവിക്കണമെന്ന് പറഞ്ഞു വിടുന്ന മാതാപിതാക്കളോടാണ് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ പെൺകുട്ടികള് അച്ഛനും അമ്മയും അങ്ങനെ പറഞ്ഞു വിട്ടെങ്കിൽ എത്ര ക്രൂരത അനുഭവിച്ചാലും അവിടെ നിൽക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. ഈ പറഞ്ഞു വിടുന്ന ആൾക്കാരും കൊള്ളാം, കേട്ടിട്ട് പോകുന്ന പെൺമക്കളും കൊള്ളാം. എന്തായാലും വിഷ്ണു ജയയ്ക്ക് സംഭവിച്ചത് എന്താന്ന് ഈ 2 ദിവസമായിട്ട് നിങ്ങൾ വാർത്തകളിലും പത്രങ്ങളിലും ഒക്കെ കണ്ടു കാണും. സൗന്ദര്യം പോരാ, കിട്ടിയ പൈസ പോരാ, ജോലിയില്ല, ഇതൊക്കെ അറിഞ്ഞിട്ടാണല്ലോ കല്യാണം കഴിച്ചുകൊണ്ട് പോയത്. പിന്നെ ഇത്രയും ഒക്കെ പഠിപ്പിച്ച വീട്ടുകാര് ഈ കുട്ടിക്കൊരു വിഷമം വന്നപ്പം അതിനെക്കുറിച്ച് ചെറുതായെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടു വരുവോ ഒന്നും ചെയ്തില്ല. മക്കള് പറയാതെ തന്നെ മക്കളുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ പറ്റണമെന്നാണ് ഞാൻ മാതാപിതാക്കളോട് അപേക്ഷിക്കുന്നത്. ഒരുപാടൊന്നും പറയാത്ത പെൺകുട്ടികൾ ഇപ്പോഴും ഉണ്ട്. പുറത്ത് പറയാൻ മടിക്കുന്നതിന് കാരണം ഈ അച്ഛനും അമ്മയും നമ്മളോട് പറഞ്ഞു വിട്ടേക്കുന്നത് അവിടെ എന്തൊക്കെ വിഷമങ്ങൾ വന്നാലും സഹിച്ചും ക്ഷമിച്ചും ജീവിക്കണമെന്നാണ്. പിന്നെ അച്ഛനെയും അമ്മേനെയും വിഷമിപ്പിക്കരുത് എന്നുള്ള രീതി. അല്ലെങ്കിൽ താഴെ എൻ്റെ തൊട്ട് താഴെ അനിയത്തിമാരുണ്ട്, അല്ലെങ്കിൽ ആങ്ങളമാരുണ്ട്, അവരുടെയൊക്കെ ജീവിതം ഞാൻ തിരിച്ചു ചെന്ന എന്താകും, നാട്ടുകാരെന്ത് പറയുന്നുള്ളതാണ് അച്ഛനമ്മമാരുടെ വിഷമം. അവനവൻ്റെ മക്കളെ നോക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും മാതാപിതാക്കളാണ്. അല്ലാതെ നാട്ടുകാരെന്ത് പറയും, നാട്ടുകാരത് പറയുവോ എന്ന് ചിന്തിച്ചിട്ടല്ല പെൺമക്കളെ വളർത്തേണ്ടത്. കല്യാണം കഴിച്ചു വിട്ട വീട്ടില് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ എന്നെ അറിയിക്കണം, ഞങ്ങൾ വന്ന് നിൽക്കും, നിന്റെ കൂടത്തിൽ ഞാൻ എപ്പോഴും ഉണ്ടാവും, ഞങ്ങളുണ്ടാവും. ആങ്ങളെയോ അനിയത്തിമാരോ അല്ലെ ചേച്ചിമാരോ ഉണ്ടെങ്കിൽ അവര് പറയേണ്ട ആദ്യത്തെ കാര്യം നിന്റെ കൂടെ ഞാനുണ്ടാവും അല്ലെ ഞങ്ങളുണ്ടാവും, അതുകൊണ്ട് നീ എന്ത് പ്രശ്നമായാലും ഞങ്ങളോട് പറയണം. അടിക്കുകയോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പെൺകുട്ടികൾ തുറന്നു പറയാനായിട്ട് ശ്രമിക്കണം. എത്രയോ കേസുകൾ നമ്മൾ കാണുന്നു. പീഡനം, അമ്മായിമ്മ പീഡിപ്പിക്കുന്നു, നാത്തൂൻ പീഡിപ്പിക്കുന്നു. ഈ വിഷ്ണുജയുടെ കാര്യത്തിൽ തന്നെ നാത്തൂന് എല്ലാ കാര്യങ്ങളും അറിയാമെന്നാണ് കൂട്ടുകാരി പറയുന്നത്. ആ കുട്ടി ഒരു സ്ത്രീയല്ലേ? പിന്നെ അമ്മായിയമ്മ ഒരു സ്ത്രീയല്ലേ? നീ പോയി കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരും നിനക്ക് കൂട്ടു നിൽക്കത്തില്ല. അവർക്ക് അവരുടെ മകന്റെ കാര്യം നോക്കിയാൽ മതി. അവന്റെ എന്തു കൊള്ളരുതാഴിയായാലും അതിന് കൂട്ടു നിൽക്കുന്ന ഒരമ്മ നല്ല ബെസ്റ്റ് അമ്മയല്ലേ? ഇവരുടെ മകൾക്കാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെങ്കിൽ അവർ കേട്ടോണ്ട് നിൽക്കുവോ? അപ്പൊ എവിടെ നിന്ന് വരുന്നു ഈ കണ്ണീരൊക്കെ? ഇത് വേറൊരു വീട്ടിൽ നിന്ന് വന്ന കൊച്ചാണല്ലോ. അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്താലും അടി മേടിച്ചാലും അടിച്ചു കൊന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് തന്നെ ആയാലും നമ്മുടെ നാട്ടിലെ നല്ല നിയമമാണ്, അടിച്ചു കൊന്നാലും ചോദിക്കാൻ ആരും വരത്തില്ലെന്നുള്ള ധൈര്യം. എനിക്കെന്താ 3 മാസം ജയിലിൽ കിടന്നിട്ട് ഞാൻ പുറത്തിറങ്ങും എന്നുള്ള ചങ്കൂറ്റം. ഇവനൊക്കെ ഒരു നേഴ്സാണോ ഈ പ്രഫിൻ എന്ന് പറയുന്നവൻ? ഞാനൊരു നേഴ്സാണ്. ഒരു പേഷ്യന്റിനെ പോലും നമ്മുടെ ഒരു കുടുംബത്തിലെ ആളിനെ പോലെ അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മുടെ ഒരു വല്യച്ഛനും വല്യമ്മയൊക്കെ പോലെയാണ് ഞങ്ങളിവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ കാണുന്നത്. വല്യച്ഛ, വല്യമ്മ, അച്ചായ, അമ്മച്ചി എന്നൊക്കെ വിളിച്ചിട്ടാണല്ലോ നമ്മൾ ഒരു പേഷ്യന്റിനെ നോക്കുന്നത്. അവരെ അതുപോലെ കാര്യമായിട്ട് നോക്കിയിട്ട് അവർ ശരിയായി പോകുന്നത് വരെ നമുക്ക് അവരോടൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ കാണിച്ച് പകുതി ഓളം രോഗങ്ങൾ ശരിയാക്കുന്നത് നഴ്സുമാരാണ്. ഡോക്ടർമാർ പറയുന്ന ശരിയായ ട്രീറ്റ്മെന്റുകൾ നമ്മൾ ചെയ്തു കൊടുത്ത് അവരെ പരിചരിക്കുമ്പോൾ തന്നെ പകുതി അസുഖം പേഷ്യന്റിന് കുറയും.
പകുതി മനസമാധാനം കിട്ടുമ്പോൾ തന്നെ അവർ ആ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകുന്നവരാണ്. അതിൽ ഈ നേഴ്സുമാർക്ക് ഒരുപാട് പങ്കുണ്ട്. അങ്ങനെ ഒരു നേഴ്സ് ഇത്ര ക്രൂരമായിട്ട് തൻ്റെ ഭാര്യനെ ഇതുപോലെ ക്രൂരമായി ഏതൊക്കെയോ രീതിയിലുള്ള ടാർച്ചറുകൾ കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് കൊച്ചുകുട്ടികളും കാണുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഒരുപാട് ക്രൂരത ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ട്. ആ കൊച്ചിൻ്റെ മുഖത്തൊന്ന് നോക്കിക്കേ. അതിനെ എങ്ങനെ ആ ചെറുക്കന്, ആ കൊച്ചിന് സൗന്ദര്യം ഇല്ല എന്ന് പറയുന്നത്? അതൊരു കൊച്ചു കുട്ടിയല്ലേ, അധികം പ്രായമൊന്നും ഇല്ലാത്തൊരു കുട്ടി. എങ്ങനെയാ അവന് അതിനെ അങ്ങനെയൊക്കെ ക്രൂരമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റി? ഞാൻ അവനെ നന്നാക്കി എടുത്തോളാന്ന് പറഞ്ഞ ആ കുട്ടിക്ക് ധൈര്യമായിട്ട് എനിക്ക് പഠിത്തമുണ്ട്, നാളെ അവൻ എന്നെപ്പറ്റി എന്ത് പറഞ്ഞാലും ഞാൻ അതൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോകുമെന്ന് എന്തുകൊണ്ട് ഒരു ധൈര്യമായിട്ട് തീരുമാനം എടുക്കുന്നില്ല? ഇത്രയും നമ്മുടെ നാട് വളർന്നിട്ടും ഇത്രയും പഠിത്തം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ ഇങ്ങനെ ഒരു ധൈര്യമായിട്ട് തീരുമാനം എടുക്കാത്തത്? നമുക്കുള്ളത് ആകെ ഒരു ജീവിതമാണ്. അത് കണ്ടവനും വരുന്നവനും പോകുന്നവനും നശിപ്പിക്കാനുള്ളതല്ല. നാട്ടുകാരല്ല നിങ്ങൾക്ക് ചെലവിന് തരുന്നത്. അച്ഛനമ്മമാരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അല്ലാതെ നാട്ടുകാർ വല്ലതും പറയും എന്ത് ചെയ്യും ഞാനെന്നൊന്നും ചിന്തിച്ചിട്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ജനിച്ചപ്പം മുതൽ എന്തൊക്കെ അവർക്ക് ആവശ്യങ്ങളുണ്ടോ എല്ലാം നോക്കി നടത്തേണ്ടത് നിങ്ങൾ മാതാപിതാക്കളാണ്. ആ കുട്ടികൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ചോദിച്ചറിയേണ്ടത് നിങ്ങൾ തന്നെയാണ്. ചെറുതായിട്ടാണെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പോയി അവരെ കുറിച്ച് അന്വേഷിച്ചില്ല? ഇതൊക്കെ സത്യമായിട്ട് നടക്കുന്നുണ്ടെന്ന് എന്തുകൊണ്ട് നിങ്ങൾ അന്വേഷിച്ചില്ല? ഒരു ഫ്രണ്ട് ഒരു കൊച്ചു വീട്ടിൽ ചെന്നപ്പോൾ ബർത്ത്ഡേ നടന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം വിവരിക്കുന്നുണ്ടല്ലോ. അടികൊണ്ട പാടുണ്ടായിരുന്നെന്ന് പറഞ്ഞ അത് അച്ഛൻ അറിഞ്ഞിരുന്നല്ലോ. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ആ കുഞ്ഞിനോട് ഇറങ്ങിപ്പോരാൻ പറഞ്ഞില്ല? ഫോണൊക്കെ അവന്റെ കൺട്രോളിലായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ കൊച്ചിന്റെ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലായില്ല? എങ്ങനെയായാലും കെട്ടി അങ്ങ് പോയാൽ മതിയല്ലേ കൊച്ചു പെമ്മക്കള്. ഒരുത്തിയെ കെട്ടിച്ചു വിട്ടു, ഇനി ഇവളെയും കൂടെ കെട്ടിച്ചു വിട്ടു, ഇനി അടുത്തതിനെയും കൂടെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ പിന്നെ ഭാരം അങ്ങ് തീർന്നെന്ന് വിചാരിച്ചിട്ടാണോ ഇരിക്കുന്നത്? പെൺമക്കള് നിങ്ങൾക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ എന്തിനാണ് പെൺമക്കള്? എന്തിനാണ് മക്കള്? എന്തിനാണ് കല്യാണം? നിങ്ങൾക്ക് അങ്ങനെ നോക്കാനും പിടിക്കാനും കഴിയുക, അല്ലെങ്കിൽ ദയവ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റുന്ന അത്രയും പഠിപ്പിച്ചിട്ട് കുട്ടികളെ ദയവ് ചെയ്ത് കല്യാണം കഴിച്ച് അയക്കരുത്. അത് നിങ്ങൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു പോക്കോളും. പെൺകുട്ടികളോടും കൂടിയാണ് പറയുന്നത്. ഒരു ഭർത്താവെന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ അടിമയായിട്ട് കഴിയണമെന്നൊന്നും ഒരിടത്തും എഴുതി വെച്ചിട്ടുമില്ല, അങ്ങനെ കഴിയേണ്ട ആവശ്യവുമില്ല. നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഈ പഠിത്തം കൊണ്ട് പിന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. പെൺകുട്ടികളാണല്ലോ ചോദിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് പോയ ഉടനെ മുഴുവൻ അടിമകളായി പോവുകയാണോ? നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടങ്ങളും ഒരു കാര്യങ്ങളും ഇല്ലേ? കല്യാണം കഴിഞ്ഞു കുട്ടികൾ ഉണ്ടാകുക, കുട്ടികളെ സംരക്ഷിക്കുക, പിന്നെ വീട്ടിലെ കുറെ പണികളും ചെയ്ത് നടന്നാൽ മതിയോ? അതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കലിപ്പനും കാന്താരി എന്നുള്ള രീതിയിലാണോ നിങ്ങളുടെയൊക്കെ ഇഷ്ടം? പഠിച്ച് എന്തെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ധൈര്യം എന്ന് പറയുന്നത് ആരുടെ അടികൊണ്ട് നിൽക്കാനെന്നല്ല ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഒരു തെറ്റ് നമ്മളിലേക്ക് എന്തെങ്കിലും അബ്യൂസസ് വരുന്നുണ്ടെങ്കിൽ ഉടനെ അതിൽ നിന്ന് എന്താണ് ചെയ്യേണ്ടത്? ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തിറങ്ങണം? ഏതായാലും ഭർത്താവല്ലേ, കാമുകനൊന്നും അല്ലല്ലോ. നിന്റെ വീഡിയോ പ്രചരിപ്പിച്ച് ഞാൻ നിന്നെ നാട്ടുകാരുടെ മുമ്പിൽ ഇത് അപമാനപ്പെടുത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഏതായാലും ഭർത്താവാണല്ലോ. അല്ല മറ്റുള്ള ആണുങ്ങളുമായിട്ട് നിനക്ക് ബന്ധമുണ്ടെന്നൊക്കെ പറയുമ്പം ഈ കുട്ടിക്ക് അറിയാമല്ലോ, അല്ലെങ്കിൽ ഇതുപോലുള്ള കുട്ടികൾക്ക് അറിയാമല്ലോ. പെൺകുട്ടികൾക്ക് അറിയത്തില്ലേ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്നാ നീ പറയടാ, ഞാൻ ഇനി ബാക്കി നോക്കിക്കോളാന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് പുറത്തോട്ട് ഇറങ്ങി വരണം. ഈ കാലത്ത് ഇതിന് പോലും ധൈര്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങളൊക്കെ ഈ പഠിക്കുന്നത്? സ്വന്തം നിലയിൽ നിൽക്കാനുള്ള ഒരു
പഠിത്തവും ജോലിയാണ് ആദ്യം പെൺമക്കൾക്ക് ആവശ്യം. പിന്നെ കുറെ ധൈര്യവും പറഞ്ഞു കൊടുക്കണം. അല്ലാതെ കെട്ടിയോൻ എൻ്റെ വീട്ടിൽ എന്ത് സംഭവിച്ചാലും സഹിച്ചും ക്ഷമിച്ചും ജീവിക്കണമെന്നല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ നിങ്ങൾ കെട്ടിച്ചു വിടുന്നത് എന്തിനാ? അവിടെ ഇരിക്കുന്ന കെട്ടിയോന്റെയും നാത്തൂന്റെയും അമ്മായിമ്മയുടെ അടി മേടിക്കാനാ? അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളെ വളർത്തുന്നത്. എന്നാ പിന്നെ നിങ്ങൾക്ക് വീട്ടിലിട്ട് അടിച്ചാൽ പോരെ മക്കളെ? ആ കുഞ്ഞിന്റെ ജീവിതം പോയി, ജീവനും പോയി. നേരത്തെ നോക്കിയിരുന്നെങ്കിലോ? നിങ്ങൾ ധൈര്യമായിട്ട് മോളിങ്ങ് പോരെ, ഞങ്ങളുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞിരുന്നേ ആ കൊച്ചിന്ന് ജീവിച്ചിരിക്കില്ലായിരുന്നോ? ആരെയും നന്നാക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. അച്ഛനും അമ്മയും വിഷമിക്കൂലോ എന്നോർത്തിട്ടല്ലേ ആ കൊച്ചോടെ പിടിച്ചു നിൽക്കാൻ നോക്കിയത്. ആ മോളുടെ മുഖം കണ്ടാൽ എങ്ങനെ ഇതിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു? പണവും മാത്രം മതി എല്ലാവർക്കും, പെണ്ണിന്റെ ശരീരവും. ആർക്കാണ് ഇത്രയ്ക്ക് വിഷമം? ഈ പെൺമക്കളെ കൊണ്ടുപോയി കെട്ടിച്ചയച്ചാലേ ഉടനെ തന്നെ അവിടെ തന്നെ നിൽക്കണം. അടിയാണേലും കൊള്ളാം, തൊഴിയാണേലും കൊള്ളാം, എന്തൊക്കെ ടാർച്ചറാണേലും കൊള്ളാം, എല്ലാം മേടിച്ച് പിറക്കി അവിടെ തന്നെ നിർത്തണം. എന്തിനാണ് ഈ നാട്ടുകാരെ നോക്കുന്നേ? നിങ്ങളുടെ മക്കളെ നിങ്ങളല്ലേ സംരക്ഷിക്കണ്ടേ? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതൊന്നും തോന്നുന്നില്ല? പറഞ്ഞറിയിക്കാൻ പറ്റുന്ന അതിനെക്കാട്ടിലും ദേഷ്യമായി വരുന്നത്. എത്രയോ പേരായി ഇപ്പോ, എത്ര കുട്ടികളാണ് ഇതുപോലെ മരിക്കുന്നത്? സ്നേഹിച്ചു കെട്ടിപ്പോയതാട്ടെ, കല്യാണം കഴിപ്പിച്ചു കൊടുത്തതായിക്കോട്ടെ, ക്രൂരപീഡനം, പിന്നെയാണ് എല്ലാം പുറത്തറിഞ്ഞേ. ഇതാ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ എന്താ ഈ നടക്കുന്നത്? എല്ലാവർക്കും പണവും കുറെ സൗന്ദര്യവും മതിയോ? ഓരോ പെൺമക്കളും മനസ്സിലാക്കേണ്ടത് നന്നായിട്ട് പഠിക്കുക, പഠിച്ചിട്ട് നല്ല ജോലി മേടിക്കുക. കല്യാണത്തെക്കുറിച്ചൊക്കെ പിന്നെ ആലോചിക്കാം. കല്യാണമൊന്നും വലിയ കാര്യമൊന്നുമല്ല ഇന്നത്തെ കാലത്ത്. പിന്നെ നോ എന്ന് പറയാനുള്ള ധൈര്യവും. ആരോടായാലും എന്ത് കാര്യമായാലും നോ എന്ന് പറയേണ്ടിടത്ത് നോ എന്ന് പറഞ്ഞിരിക്കണം. അത് പറയാൻ പറ്റാതെ പോകുന്നിടത്താണ് പെൺകുട്ടികൾ ഇതുപോലെ മരിച്ചു പോകാൻ ആത്മഹത്യ നടക്കുന്നത്. ഒന്നിനും ഒരു പരിഹാരമല്ല. എത്ര പ്രാവശ്യം പെൺകുട്ടികളോട് പറഞ്ഞാലും കേൾക്കത്തില്ല. അയാളെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഇന്ന് ഈ കുട്ടിയുടെ ജീവൻ പോയില്ലേ? അയാൾക്ക് പരസ്ത്രീ ബന്ധം ഉണ്ടായിരുന്നെന്ന് പറയുന്നു. ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ആ കൊച്ചു എന്തിനാ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നു? ഇതുപോലുള്ള കുട്ടികൾ എന്തിനാണ് കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? ഒരു പ്രാവശ്യം അടി തരുമ്പോ തന്നെ ഇറങ്ങിക്കോണം. അല്ലെ ഒരു പ്രാവശ്യം നിങ്ങളെ ഈ കളറിന്റെ കാര്യത്തിലോ അല്ലെ ഇഷ്ടമല്ലെന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞ് നിങ്ങളെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ തന്നെ അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കോണം. നിങ്ങളുടെ ജീവിതമൊന്നും പോയിട്ടില്ല. പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒന്നാന്തരമായിട്ട് പോയി പരീക്ഷ എഴുതി ജയിച്ചിട്ട് ജോലിക്ക് പോണമെന്നേ. ഇന്നത്തെ കാലത്ത് തനിച്ച് ജീവിക്കുന്ന വലിയ കുറ്റവും തെറ്റുമൊന്നും അല്ല. നാട്ടുകാരെ കാണിക്കാനാണോ നിങ്ങൾ ജീവിക്കുന്നേ? അപ്പൊ നിങ്ങൾ എന്ന് ജീവിക്കും? അവനവന്റെ കാര്യം നോക്കി ജീവിക്കാൻ പഠിക്കണം. ആരും നിങ്ങളെ ഒന്നും എടുത്തോണ്ട് പോകാനൊന്നും പോകുന്നില്ല. നിങ്ങളുടെ ഒരു കാര്യം എടുത്തോണ്ട് പോകാൻ പോകുന്നില്ല. ജീവിതാവസാനം വരെ നിങ്ങളുടെ കൂടത്തിൽ നിൽക്കാൻ പോകുന്നത് നിങ്ങളുടെ പഠിത്തം മാത്രമാണ്, അല്ലാതെ ആരും കാണത്തില്ല. ഇങ്ങനെയൊന്നും ചിന്തിച്ച് ഒരിക്കലും ആത്മഹത്യയിലോട്ട് പോകരുത്. പെൺമക്കളോടാണ് പറയുന്നത്. അച്ഛനും അമ്മയോടും പറയുന്ന ഒറ്റ കാരണം, ദയവ് ചെയ്ത് കുട്ടികളെ ധൈര്യമായിട്ട് വളർത്തുക. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളോട് പറയാൻ മടിക്കരുത് ഒരിക്കലും. അച്ഛനും അമ്മയും കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ആങ്ങളെ കൂടെ ഉണ്ട്, ചേച്ചിയുണ്ട്, അനിയത്തിയുണ്ട്, ഞങ്ങളെല്ലാവരും നിന്റെ ഒപ്പം ഉണ്ട്. എന്ത് കാര്യമായാലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉടനെ അറിയിക്കാൻ മറക്കരുത്. എപ്പോഴായാലും ഇറങ്ങി പോരണം. അടിയും കൊണ്ടും ചവിട്ടും കൊണ്ടും നിൽക്കരുതെന്ന് പറഞ്ഞു വിടണം. ഒരിക്കലും കുട്ടികളോട് സഹിച്ചും ക്ഷമിച്ചും നിൽക്കാൻ പറയരുത്. അച്ഛനും അമ്മയും വിഷമിക്കുമെന്ന് ഓർത്ത് ഒരിക്കലും ഇതൊന്നും സഹിച്ച് കുട്ടികൾ നിൽക്കരുത്. എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും ഈ സമൂഹത്തിൽ ഇതൊക്കെ തന്നെയാണ് പിന്നെയും പിന്നെയും ഓരോ ദിവസവും വാർത്തകൾ വരുന്നത്. വീണ്ടും ഒരു വിഷ്ണുജ, അത്ര തന്നെ. ആരോട് പറയാൻ, ആര് കേൾക്കാൻ?